അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നോൺ വെജ് ആണ്. നമ്മളിപ്പോൾ ഏകദേശം നല്ല ഒരു മാസം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നോൺ വെജ് ആണ്. അതായത് നമ്മളെ ഉച്ചയൂണിന് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കർക്കിടക മാസത്തിൽ ഒക്കെ കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ എന്നതാണ് വാങ്ങുന്നത്. ചിക്കൻ നല്ല വറ്റിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ വെച്ചാൽ എനിക്ക് കുഴിമന്തി റൈസ് അത് പിന്നെ ഹോട്ടലിൽ നിന്ന് പാർസൽ കൊണ്ടിരുന്നുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ വ്യൂസ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇന്ന് കറിക്കുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ മറ്റു ചേരുവകൾ എല്ലാം ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ചെറിയ ഉള്ളിയാണ് ഇപ്പൊ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ചിക്കൻ കറിയിൽ ചേർക്കുന്നത്. വലിയ ഉള്ളി ആകെ ഒന്നേ എടുക്കുന്നുള്ളൂ. ചെറിയ ഉള്ളി കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പൊ അതൊക്കെ നന്നാക്കാണ് അമ്മ. ഉള്ളി സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ദിവസം മുമ്പത്തെ വീഡിയോയിൽ ഉള്ളി സാമ്പാറായിരുന്നല്ലോ, നേരത്തെ വീഡിയോയിൽ. അപ്പോൾ അതിന് കൊണ്ടുവന്ന ഉള്ളി അന്ന് കുറച്ചധികം വാങ്ങിയിരുന്നു, നല്ല വലിയ ഉള്ളി. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ചിക്കൻ്റെ കറിയിലേക്ക് ചേർക്കുന്നത്. പിന്നൊരു മറ്റു ചേരുവകളൊക്കെ കഴുകിയോടെ വെച്ചിട്ടുണ്ട്. എല്ലാം തോലോ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് വലിയ ഉള്ളി അതൊക്കെ ഇനി നുറുക്കി ഓരോന്നും നുറുക്കണം. നമുക്ക് വഴറ്റിയിട്ടാണ് വെക്കുന്നത്. അതൊക്കെ ചെയ്യാം. പിന്നെ ഏതായാലും നമ്മൾ ഒരു മാസമായി അതിന് ശേഷം ഉള്ള നോൺ വെജ് ആണ്, വിഭവങ്ങളാണ്. അപ്പം ഇന്ന് ചിക്കൻ കറി തന്നെ ആയിക്കോട്ടെ വെച്ചു. ഏതായാലും കർക്കിടക മാസമൊക്കെ കഴിഞ്ഞ് ചിങ്ങ മാസത്തേക്ക് എത്തിയല്ലോ. പച്ചമുളക് ഉണ്ടോ, ചെറിയ ഉള്ളി അത്യാവശ്യം നല്ലോണ്ട്. പിന്നെ ഇപ്പം നമുക്ക് കിഴങ്ങ്, ചിക്കൻ നമ്മൾ 1/2 കിലോ അതാണ് വാങ്ങിച്ചത്. ഇത് പാകമാണ് ഞങ്ങൾക്ക്. പിന്നെ ഇപ്പോൾ ഇഞ്ചി ഒരു കഷ്ണം, അത് നമുക്ക് ചെറുതാക്കി ഇങ്ങോട്ട് നുറുക്കി അതും ഇടാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന് പകരം നമ്മൾ ഇഞ്ചി ഇങ്ങനെ തന്നെ ഉണ്ട്, നേരെ കഷ്ണങ്ങളാക്കി നുറുക്കിയിടാണ്. അതാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഇപ്പം നമുക്ക് തക്കാളി, എല്ലാം ഇവിടെയൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ചട്ടി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ചൂടായതാണ്. നമുക്ക് ഉള്ളി അതുപോലെ പച്ചമുളക് അതിട്ട് നല്ലപോലെ ഇനി വഴറ്റി ഏതായാലും നമുക്ക് കറി ഉണ്ടാക്കൽ തുടങ്ങാം. ചെറിയ ഉള്ളി വഴറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളേതായാലും കർക്കിടക മാസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞു ഇത് നോൺ വെജ് വാങ്ങിയിട്ട്. അപ്പോൾ ഇന്നേതായാലും നമുക്ക് ചിക്കൻ കറി തന്നെയുണ്ട് തുടങ്ങാം. പിന്നെ സ്പെഷ്യൽ ഉണ്ട് എനിക്ക്, അത് വാങ്ങിക്കൊണ്ടിരുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ള പൊടികൾ എല്ലാം ഇവിടെ ഉണ്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് നന്നാക്കി വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഗരം മസാല അത് ചേർത്ത് കൊടുക്കാം.
പിന്നെ ലേശം കുരുമുളക് പൊടി അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നുറുക്കിയത് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ അതും ചേർക്കാം. ഇനിയിപ്പോൾ നമ്മൾ ലേശം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നാക്കി ഇളക്കി ഉപ്പ് അത് ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾക്ക് മസാലയൊക്കെ ശരിക്കും പിടിച്ചു. ഇനി നേരെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. നല്ല വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിക്കൻ്റെ ആ ഒരു മസാലയൊക്കെ കൂടി ചേർന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചതുകൊണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അടച്ചു വെച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് ശരിക്ക് തുറന്നെടുക്കാനായി. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കിയാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പുതിന, മല്ലിച്ചപ്പ് എല്ലാം ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ ചിക്കൻ, ഇത് കറി എന്ന് പറയാൻ പറ്റില്ല, അത് വറ്റിച്ച പോലെ തന്നെ, അത് ഇവിടെ റെഡിയായി. അതിൻ്റെ നല്ല വാസന വരുന്നുണ്ട്. പൂച്ച റെഡി ആയിക്കുന്നു. ആ വാസന ഇട്ടിട്ട് വന്നതാണ്. രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാണ്. അത് കഴിഞ്ഞപ്പോൾ ഇത് ഉണ്ടാക്കുന്ന നേരത്ത് ആ വാസന കേട്ട് എത്തി. ഇനിയിപ്പോൾ അവിടെ എങ്ങനെ ഉണ്ടാവും. ഈ പൂച്ചയ്ക്ക് ഭക്ഷണം ആവണ വരയിലേക്ക് അവിടെ തന്നെ. സമയം ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു 11:30 മണിയായി സമയം. അപ്പം എന്താ വെച്ചാൽ ഞാൻ ഇത് കുഴിമന്തി റൈസ് അത് വാങ്ങാൻ പോവാണ്. അപ്പോൾ വാങ്ങി, അത്യാവശ്യം നല്ല മഴ ഉണ്ട്, അപ്പോൾ വാങ്ങി വന്നിട്ട് പിന്നെ വേണം ഞങ്ങൾക്ക് കഴിക്കാനും. അപ്പോൾ അതിനായാലും പോട്ടെ, സമയമായി. അപ്പോൾ വാങ്ങി വരുമ്പോഴേക്ക് ഏകദേശം 12 മണി 12:15 ആവും. അപ്പോഴേക്ക് കഴിക്കാനുള്ള നേരത്തേക്ക് ആവും ചെയ്യും. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. അമ്മയ്ക്ക് പിന്നെ ചോറാണ്. അപ്പോൾ ഇത് കൊടുക്കാം. നമ്മൾ ചിക്കൻ പിന്നെ പപ്പടം കാച്ചിയത്. അമ്മയ്ക്ക് പിന്നെ ഈ ബിരിയാണി ചോറ് അതുപോലെ ചോറുകളൊന്നും പറ്റില്ല. അപ്പം അമ്മ അങ്ങനെ കഴിക്കട്ടെ. ഞാൻ പാർസൽ കൊണ്ടുവന്നത് അത് നമുക്ക് തുറന്നെടുക്കാം. നമ്മൾ കുഴിമന്തി റൈസ് മാത്രം. ഇനിയിപ്പോൾ അത് ഏതായാലും ഈ പാത്രത്തേക്ക് എടുത്ത് എനിക്ക് കഴിക്കാനുള്ളത് അത് എടുക്കട്ടെ. അപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളതുണ്ട്, അതിൻ്റെ കണക്ക്. അപ്പോൾ കുഴിമന്തി ആണ് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിയത്. ഇപ്പം നമ്മൾ കറി ഇവിടെ, അതായത് വീട്ടിലുണ്ടാക്കിയതുണ്ടല്ലോ. അപ്പോൾ നമ്മളെ കുഴിമന്തി റൈസ് ഒന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ഉടനെ കാണാം.